ഹായ് ഗൈസ്, ഇന്ന് കൂലി എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ചെയ്യണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. പടം പോയി കണ്ടു, പടം കണ്ടിട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ. പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു റിവ്യൂ ചെയ്യേണ്ടത് മാത്രം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് പടത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. കൂലി അത് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ കാര്യം, നാഗാർജുന ശരിക്കും പറഞ്ഞാൽ പടം തൂക്കിയത് പുള്ളിക്കാരന് അല്ലേ, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. എന്താ പറയാ, ഒരു മാസ് പുള്ളിയുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തേക്കുന്നത് അത്ര ഭംഗിയായിട്ട് പുള്ളി കോസ്റ്റ്യൂം വരെ ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലേ. പുള്ളിക്ക് മാച്ചിങ്, പുള്ളി സ്ക്രീൻ വരുമ്പം ഈ പ്രായത്തിൽ ഇത്ര ഭംഗി, ആ ക്യാരക്ടറിന് കറക്റ്റ് മാച്ച് ആയ ഒരു നല്ലൊരു ആക്ടറാണ്. പിന്നെ അതേപോലെ തന്നെ രജനീകാന്ത് പിന്നെ പറയണ്ട, പുള്ളി സ്ക്രീനിൽ വന്ന സ്ക്രീൻ പുള്ളിയുടെയാണ്. അതിന്റെ അകത്ത് ഒന്നും പറയാനില്ല. ആ മാസ് ഇപ്പോഴും അതേ മാസ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അല്ല, രജനീകാന്ത് ഏത് സിനിമ ഇട്ടാലും ഈ രജനീകാന്തിന്റെ എൻട്രൻസിന്റെ അവിടെ ഇങ്ങനെ മറ്റേ പാർട്ടി പപ്പൊക്കെ പഠിക്കുന്ന സ്കീമുണ്ട്. അതൊക്കെ എന്തോരമായിരുന്നല്ലേ. അല്ല, അപ്പൊ അതൊരു പുള്ളിക്കാരൻ ഒരു എന്താ പറയാ, ഒരു വികാരമാണ്. അത് അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ ശ്രുതിഹാസൻ ഇതുവരെ കണ്ടേക്കുന്ന ഒരു മൂവികളിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ അഭിനയിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അഭിനയ മികവ് പറയുക എന്ന് പറഞ്ഞാൽ ഈ സിനിമ പുള്ളിക്കാരുടെ കരിയറിൽ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, പുള്ളിക്കാരിയുടെ ഈ കരിയറിൽ നല്ല രീതിക്ക്, അതായത് ബാക്കിയുള്ള സിനിമയൊക്കെ ഒരു ക്രിഞ്ചടിച്ച് ഒരു ഓവർ ആക്ടിങ് ചെയ്ത് ഒരു ശ്രുതിഹാസനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ അകത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിൻ, ഒരു വില്ലൻ എന്ന രീതിയിൽ സൗബിൻ ഒന്നും പറയാനില്ല, വളരെ ഭംഗിയായിട്ട് സൗബിൻ ചെയ്തിട്ടുണ്ട്. സൈലന്റും പക്ഷെ ഓരോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയ സൗബിന്റെ എങ്ങനെ നമുക്ക് പറയണമെന്ന് നമുക്ക് അറിയത്തില്ല. എങ്ങനെ അത് പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യണം. അത് അമ്പിളിയും സൗബിന്റെ കൂലിക്കകത്തെയും ഒരുപാട് അത് ഭയങ്കര കാര്യം, നല്ലൊരു കലാകാരന് മാത്രം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പടം ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. മേക്കിംഗ് കൊള്ളാം. എല്ലാവരും പോയി തിയേറ്ററിൽ കാണുക, ആസ്വദിക്കുക. ഓക്കെ.